യെസ് ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ലബൂബുവിനെ ചെയ്യുന്നത് വിശദമായിട്ടൊന്ന് കണ്ട് പരിചയപ്പെട്ടാലും. അതായത് ആ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം വലിയ വീഡിയോ ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കി എടുത്തപ്പോഴത്തേനും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അതിൽ കാട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വിശദീകരിച്ച് കാണിക്കാൻ വിചാരിച്ചു. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലൊക്കെ ലബൂബുവിനെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചു. സാധാരണ നമ്മൾ ക്ലേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ട്രൈ ചെയ്യുമ്പോൾ ആദ്യം ബോഡി പാർട്ട്, കൈ, കാല് അതൊക്കെ ചെയ്ത് അവസാനമായിരിക്കും തല വെക്കുന്നത്. കാരണം ക്ലേ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും തലയുമെന്ന് കാല് വരെ ചെയ്ത് വരാൻ വേണ്ടി പറ്റൂല. പറ്റുന്നവരൊക്കെ ഉണ്ട്, എന്നാലും ഭൂരിഭാഗം പേർ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞാൻ ചെയ്തത് ഫസ്റ്റ് തന്നെ തല ചെയ്തു. കാരണം നമ്മൾ ബോഡി പാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഈസിയാണ്, പക്ഷെ തല ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നിയ തല തന്നെ ഞാൻ ചെയ്തു. പക്ഷെങ്കിൽ എനിക്ക് പേഴ്സണലി പറയാനായിട്ടാണെങ്കിൽ എലിക്കിനെക്കാട്ടി കുറച്ചും കൂടി ഈസി നമ്മുടെ ലബൂബുവിനെ സെറ്റാക്കാനായിരുന്നേ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ കാഴ്ചക്ക് ഏറ്റവും സിമ്പിളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. കാണുമ്പോൾ ഇത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നി നമ്മൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആയിട്ടാണെങ്കിലോ ഏറ്റവും പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ലബൂബുവിനെ എലിക്കിനെ ചെയ്തപ്പോൾ കിട്ടിയത്. പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ആയിട്ട് ഇടാം. അങ്ങനെയും നിങ്ങൾക്കും കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കിട്ടട്ടെ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ലബൂബുവിന്റെ തലയും മുടലും 2 കുഞ്ഞിക്കാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാലും കൈയൊക്കെ ഞാൻ 4 ഒരേ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തലഭാഗം കൊണ്ട് ഒഴിവാക്കി ഉടലും കയ്യും കാലും ഇരിക്കണ കാണുമ്പോൾ എവിടെയൊക്കെ ഒരു ഞണ്ടിരിക്കുന്ന പോലെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയായിരുന്നു. പിന്നെ ക്ലേ ആർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പീസ് തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ബോഡി പാർട്ട് ആയിക്കോട്ടെ വേറെ എന്ത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ എടുക്കുന്ന 2 പീസിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക, എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുക, എന്നിട്ട് അറ്റാച്ച് ചെയ്ത് അതവിടെ ഫിറ്റ് ആയിട്ട് തോന്നും. അല്ലാത്ത പക്ഷം ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ക്രാക്ക് വീഴാനും ഒടിഞ്ഞു പോകാനും പൊളിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ. വീഡിയോയിൽ എനിക്കത് ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ആ ഒരു കാര്യം ആരും മറന്നു പോകരുത്. പിന്നെ നമ്മളെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് ലബൂബിന്റെ തല ഒന്ന് ഒതുങ്ങി പോയതുപോലെ എനിക്കൊന്ന് തോന്നിയായിരുന്നു. കാരണം നമ്മളിതിന് എക്സ്ട്രാ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലേയിൽ തന്നെ ഒരു ക്രേപ്പി ലുക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തല കുറച്ചും കൂടി വലുതായി നിന്നില്ലെങ്കിൽ ബോറായി പോകും. അതുകൊണ്ട് കുറച്ചും കൂടി ക്ലേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ലബൂബിന്റെ തല ഒന്ന് വലുതാക്കി എടുക്കും. ക്ലേ കൊണ്ടിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയിന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെറ്റാക്കി കൊടുക്കുക. ക്ലേ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറിച്ചെടുക്കാനും, ഇനി ക്ലേ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലേ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും താത്ത വേറെ ക്ലേ ഒന്നും കാണാത്തോണ്ടായിരിക്കും. അതെ, ഞാൻ ആകപ്പാടി യൂസ് ചെയ്തിട്ടുള്ളത് മറ്റേ ആ ഒരു സൂപ്പർ ക്ലേയും പിന്നെ ഈ ഒരു സോളിഡ് ക്ലേയും മാത്രമാണ്. പിന്നെ MCയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ 3 വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ സോളിഡ് ക്ലേ ആണ്. ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മൾ മുറ്റത്ത് പോയിട്ട് വാരിയെടുത്ത കുറച്ച് പണ്ട് അതും വന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ക്ലേ അത് വെച്ചിട്ടാണ് ഈ ഒരു വിലപിടിപ്പുള്ള ലബൂബിനെ ലിക്കിനൊക്കെ നമ്മൾ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം അത് വേറെ തന്നെയല്ലേ. നമ്മള് കാൽപ്പത്തിയും കൈപ്പത്തിയും ചെയ്യുന്ന സമയത്ത് ഞാൻ നിർത്തി ചിന്തിച്ചായിരുന്നു, ലബൂബുവിന്റെ കൈ ഓക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ കാല് അവിടേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എവിടെയൊക്കെയോ ഒരു താറാവിന്റെ ലുക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ ഓവറായിട്ട് അങ്ങ് ചിന്തിച്ചു കൊളാക്കാൻ വേണ്ടി നിന്നില്ല. കാരണം 5 വിരലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായേനെ. ഇതിപ്പോ 3 ഉള്ളൂ. അതിപ്പോ ഒരു സ്റ്റിക്ക് എടുത്ത് ത്രികോണാന്ന് വെച്ചപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് ഈ ചെവി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെ നോക്കിയിട്ടും ശരിയാവുന്നില്ലായിരുന്നു. ആ ഒരു എന്താ പറയുക, 2ന്റെ ഷേപ്പ് സെറ്റായി വരുത്തില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു അവസാനം ക്രാക്ക് വീണതും അതേ ചെവിമുലാണ്. അപ്പൊ എനിക്കൊരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് സൺലൈറ്റ് വെച്ചാൽ ക്രാക്ക് വീഴും താത്താന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണ്, പക്ഷെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടൊക്കെയാണ് കൊണ്ട് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മലർത്തി കിടത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ വീടിന്റെ താഴത്തുള്ളൊരു ഉപ്പയുണ്ട്, അപ്പൊ ആള് ടാങ്കിൽ വെള്ളം വീഴുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെറസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഞാൻ കിടത്തി വെച്ച ലബൂബു എണിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ കുട്ടിച്ചാത്തനോന്നുള്ള ക്യൂരിയോസിറ്റിക്ക് ആളെങ്ങാനും എടുത്ത് നോക്കിയോ, ആളെ കൈമെന്ന് താഴെ വീണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടും അത് ഡ്രൈ ആയി വരുമ്പോൾ വീണ്ടും ക്രാക്ക് വീണോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഡ്രൈ ആയി വന്നപ്പോൾ നമ്മൾ ലബൂബ് കാണാൻ നല്ല മുടുക്കനായിട്ടില്ലേ. ഇതിപ്പോ നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മളൊരു ആർട്ടിഫിഷ്യൽ ടൂൾസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വീട്ടുമുറ്റത്ത് നിന്ന് വാരിയെടുത്ത മണ്ണ് കൊണ്ടുള്ള ക്ലേ, പിന്നെ പടച്ചൊന്ന 2 കൈ, എവിടെന്നോ കിട്ടിയൊരു ബാംബൂ സ്റ്റിക്ക്, ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ചെയ്യാനുള്ള മനസ്സും എന്താ പറയുന്ന കൊടുക്കാൻ കുറച്ച് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിന് 10,000ങ്ങളും ലക്ഷങ്ങളും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ച് ഒറിജിനൽ എലിക്കിനെ ലബൂബിനെ വില കുറച്ച് കാണുന്നതോ പുച്ഛിക്കുന്നതൊന്നുമല്ല. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മുടെ സമയം എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രൗഡ് ഫീൽ അത് വേറെ തന്നെയാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അനുഭവിച്ച് തന്നെ അറിയണം. അതറിയാൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതൊന്നും 7,000 എത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യൂലേ. അപ്പൊ ശരി, ടാറ്റ.